എല്ലാവർക്കും നമസ്കാരം. RCM അംബിയ ഗ്രൂപ്പ് ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സുരേഷ്, നോർത്ത് പറവൂർ കൈതാരം. RCMൽ പ്ലാറ്റിനം എന്ന ലെവൽ അച്ചീവ് ചെയ്തിരിക്കുന്നു. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് പാചക എണ്ണയാണ്. ഇന്ന് മാർക്കറ്റിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ മറ്റ് പാചക എണ്ണ എല്ലാം വളരെ വില കൂടുതലാണ്. ഒറിജിനലാണോ കിട്ടുന്നത് എന്ന് പോലും നമുക്ക് അറിയില്ല. പാചക എണ്ണ ഉപയോഗിച്ചാലുള്ള ദോഷങ്ങൾ ആദ്യം തന്നെ ഒന്ന് പറയാം. ചില പാചക എണ്ണകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, മായമുള്ള പാചക എണ്ണ ഉപയോഗിച്ചാലും വില വളരെ കുറവായിട്ടുള്ള പാചക എണ്ണ ഉപയോഗിച്ചാലും ഒരു പ്രാവശ്യം ചൂടാക്കുമ്പോൾ ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ലായിരിക്കാം. 2 പ്രാവശ്യം ചൂടായി കഴിഞ്ഞാൽ അതിനകത്ത് ട്രാൻസ് ഫാറ്റി ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടും. ട്രാൻസ് ഫാറ്റി ആസിഡ് ചീത്ത കൊളസ്ട്രോളുകളെ ഉൽപ്പാദിപ്പിക്കും. ചീത്ത കൊളസ്ട്രോള്, ഷുഗർ, കൊളസ്ട്രോള്, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, പ്രഷർ, മറ്റു രോഗങ്ങൾ എല്ലാം വരാൻ സാധ്യത ഉണ്ടാക്കുന്ന ഒരു ആസിഡാണ്. അപ്പോൾ മാക്സിമം ട്രാൻസ് ഫാറ്റി ആസിഡ് ഇല്ലാത്ത പാചക എണ്ണ ഉപയോഗിക്കാം. അത്തരം ഒരു പാചക എണ്ണയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. RCMൻ്റെ ഹെൽത്ത് ഗാർഡ് ഓയിൽ, അതായത് അരിയുടെ തവിടിൽ നിന്ന് എടുത്തിരിക്കുന്ന ഓയിലാണിത്. ഈ ഓയിലിൻ്റെ പ്രത്യേകത, ഇതിനകത്ത് 3 ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ആ 3 ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്ന് പരിചയപ്പെടുത്താം. ഒന്ന് ടോക്കോഫെറോൾസ്, ടോക്കോഫെറോൾസ്, 2 ടോക്കോട്രിനോൾസ്, 3 ഒറൈസിനോൾ. അപ്പോൾ നമ്മൾ 3 ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇപ്പം ഞാൻ പരിചയപ്പെടുത്തിയ പാചക എണ്ണയിലുണ്ട്. അതായത് ടോക്കോഫെറോൾസ്, ടോക്കോട്രിനോൾസ്, ഒറൈസിനോൾ, അങ്ങനെ 3 ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ടോക്കോഫെറോൾസ് എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻറ്റിൽ ഉള്ള ഗുണങ്ങൾ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയും ദഹനശക്തിയും വർദ്ധിപ്പിക്കുന്നു. ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയും ദഹനശക്തിയും വർദ്ധിപ്പിക്കുന്നു. ക്യാൻസറിൻ്റെയും ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെയും അപകട സാധ്യതകളെ കുറയ്ക്കുവാൻ സഹായിക്കുന്നു. അതായത് ക്യാൻസർ, അതുപോലെ ഹൃദയ സംബന്ധമായ രോഗങ്ങളൊക്കെ വരാതെ ഇരിക്കാനായിട്ട് ഈ ആൻറ്റി ഓക്സിഡൻറ്റ് സഹായിക്കുന്നു. തിമിരത്തിൻ്റെ ആക്രമണത്തെ തടയുവാനായിട്ട് സഹായിക്കുന്നു. വാർദ്ധക്യ ലക്ഷണങ്ങളെ സാവധാനത്തിലാക്കുന്നു. അതായത് പ്രായത്തെ കുറയ്ക്കും, അതുപോലെ തിമിരത്തിൻ്റെ ലക്ഷണങ്ങളെയൊക്കെ കുറയ്ക്കും. അതാണ് ഇത്രയും ഗുണങ്ങൾ ടോക്കോഫെറോൾസ് എന്ന് പറഞ്ഞ ആൻറ്റി ഓക്സിഡൻറ്റിൽ നിന്ന് കിട്ടും. അങ്ങനെ ഇനി അതാണ് ടോക്കോട്രിനോൾസ്. നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് സന്തുലിതമാക്കുവാൻ സഹായിക്കുന്നു. നല്ല കൊളസ്ട്രോളിൻ്റെ അളവിനെ വർദ്ധിപ്പിക്കും ഇത് കേട്ടോ. ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കും. രക്തധമനികളുടെ ഉൾവ്യക്തികളെ ശക്തിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുമ്പോൾ തന്നെ നല്ല കറക്റ്റായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കും. ഭിത്തികളിലേക്ക് ബലമില്ലായ്മ ഒന്നും വരില്ല. ഞരമ്പുകളുടെ അനായാസപൂർണമായ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു. പിന്നെ പ്ലേറ്റ്ലെറ്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുവാൻ സഹായിക്കുന്നു. ഇപ്പം നമ്മുടെ ഒരുമിക്ക ആൾക്കാരുടെയും അസുഖങ്ങളിൽ പ്ലേറ്റ്ലെറ്റ് കുറവായി പോകുന്നു, കൂടി പോകുന്നു, അങ്ങനെയൊക്കെയുള്ള പല പല അസുഖങ്ങളായിട്ട് ഉണ്ട്. അത് ഈ പാചക എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റാകും. ക്യാൻസറുകളുടെയും മുഴകളെയും തടയുവാൻ സഹായിക്കുന്നു ഈ പാചക എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതിശക്തമായൊരു പ്രകൃതിദത്തമായൊരു ആൻറ്റി ഓക്സിഡൻ്റാണ് ഈ ടോക്കോട്രിനോൾസ് എന്ന് പറയുന്നത്. അകാല വാർദ്ധക്യത്തെ തടയുന്നു, സൗന്ദര്യത്തെയും വ്യക്തിത്വത്തെയും വർദ്ധിപ്പിക്കുന്നു. മനസ്സിലായ? അപ്പോൾ നമുക്ക് പ്രായം കുറവായിട്ട് തോന്നും, അതുപോലെ തന്നെ സൗന്ദര്യത്തെയും വർദ്ധിപ്പിക്കുന്നതാണ് പറയുന്നത്. സ്കിന്നിൻ്റെ ടോണൊക്കെ മാറ്റുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ഇനി പാചക എണ്ണ ഉപയോഗിക്കുക. ഓക്കെ. ഇനി അടുത്ത ഒരു പ്രധാന ആൻറ്റി ഓക്സിഡൻ്റാണ് ഒറൈസിനോൾ. ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുവാൻ സഹായിക്കുന്നു ഒറൈസിനോൾ.
അമിത രക്തസമ്മർദ്ദത്തെ കുറയ്ക്കുവാൻ സഹായിക്കുന്നു. അമിത രക്തസമ്മർദ്ദത്തെ കുറയ്ക്കുവാൻ സഹായിക്കുന്നു. അപ്പോൾ പ്രഷർ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കും. രക്തത്തിലെ അമിതമായ പഞ്ചസാരയുടെ അളവിനെ ക്രമീകരിക്കാൻ സഹായിക്കുന്നു. രക്തത്തിലെ അമിതമായ പഞ്ചസാരയുടെ അളവിനെ ക്രമീകരിക്കുവാൻ സഹായിക്കുന്നു. കരളിൻ്റെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നു. ഗ്യാസ് സംബന്ധമായ വിഷമതകളെ ദൂരീകരിക്കുവാൻ സഹായിക്കുന്നു. എല്ലുകളുടെ ശക്തിയെ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. ആർത്തവ വിരാമ സംബന്ധമായ വിഷമതകളെ കുറയ്ക്കുവാൻ സഹായിക്കുന്നു. ഉളിച്ചു തികട്ടൽ കുറയ്ക്കുവാൻ സഹായിക്കുന്നു. ത്വക്കിനെ മൃദുലവും ഈർപ്പമുള്ളതുമാക്കുവാൻ സഹായിക്കുന്നു. ഹൈപ്പോതൈറോയിഡ് രോഗികൾക്ക് ഉപകാരപ്രദം. നാഡീ സംരക്ഷണത്തിന് സഹായിക്കുന്നു. ടെസ്റ്റോസ്റ്റെറോണിൻ്റെ അളവ് കൂട്ടുവാനും അതുവഴി ശരീരത്തിൻ്റെ ശക്തിയും അഴകും വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. അതാണ് ഒറേസിനോൾ ആൻറ്റി ഓക്സിഡൻറ്റ് ചെയ്യുന്നത്. ഇനി പൊതുവെ പറയുകയാണെങ്കിൽ ഈ ഓയില് ഹൃദയത്തിന് അത്യുത്തമം. ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതോടൊപ്പം നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല ഉയർന്ന രക്തസമ്മർദ്ദത്തെ കുറയ്ക്കുവാൻ സഹായിക്കുന്നു. ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നതിനാൽ പ്രമേഹ രോഗികൾക്ക് അനുയോജ്യമായ എണ്ണയാണ് ഇത്. RCMൻ്റെ ഹെൽത്ത് ഗാർഡ് ഓയിൽ പുളിച്ചു തികട്ടൽ, ഗ്യാസ് ട്രബിൾ, ഗ്യാസ് സംബന്ധമായ അസുഖങ്ങൾ തടയുവാൻ സഹായിക്കുന്നു. മാംസപേശികളെ ശാക്തീകരിക്കുവാനും ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളെ ദൂരീകരിക്കുവാനും സഹായിക്കുന്നു. അപ്പോൾ എല്ലാവരും RCMൻ്റെ ഹെൽത്ത് ഗാർഡ് ഓയിൽ. ഇനി വാർദ്ധക്യ ലക്ഷണങ്ങളുടെ വേഗത കുറയ്ക്കുവാൻ സഹായിക്കുന്നതോടൊപ്പം ത്വക്കിലുണ്ടാകുന്ന ചുളിവുകളും മറ്റ് രോഗങ്ങളും കുറയ്ക്കുവാൻ സഹായിക്കുന്നു. മാത്രമല്ല രക്തധമനികളിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവും ഈ പാചകെണ്ണയ്ക്കുണ്ട്. ഈ എണ്ണ എങ്ങനെയാണ് റിഫൈൻ ചെയ്തിരിക്കുന്നത്? എണ്ണ ശുദ്ധീകരണത്തിലെ അതിനൂതനമായ ഒരു സംവിധാനമാണിത്. ഇതിൽ ആരോഗ്യത്തിന് ഹാനികരമായ രാസപദാർത്ഥങ്ങളോ ആസിഡുകളോ ചേർക്കുന്നില്ല എന്നതിനാൽ എണ്ണ ശുദ്ധീകരണത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളെ നിലനിർത്തിക്കൊണ്ട് തന്നെ എണ്ണയുടെ ഔഷധ ഗുണങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നു. അപ്പോൾ ഇത് ഫിസിക്കലി റിഫൈനിങ് ആണ്, കെമിക്കലി റിഫൈനിങ് അല്ല. നമുക്കൊരു ഡോക്ടർ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിന് നമുക്ക് നോക്കാം. ഡോക്ടർ KK തൽവാർ ഹൃദ്രോഗ വിദഗ്ധനാണ്. ഡയറക്ടർ PGI ചണ്ഡീഗഡ് ലോക ഹൃദയാരോഗ്യ ദിനത്തിൽ തവിടെണ്ണ ജനങ്ങൾ ഉപയോഗിക്കണം എന്ന് നിർദ്ദേശിച്ചു. എയിംസ് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തവിടെണ്ണ ഫിസിക്കൽ റിഫൈൻ ചെയ്ത് തന്നെയാണ് നല്ലതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഓക്കെ, ഈ എണ്ണ വളരെ ചുരുങ്ങിയ അളവിൽ മാത്രമാണ് ആഹാര പദാർത്ഥങ്ങളിൽ ആഗിരണം ചെയ്യുള്ളൂ. അതായത് ഈ എണ്ണയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് അധികം ഇങ്ങനെ വലിച്ചെടുക്കില്ല. ഇപ്പം നമ്മൾ ചില ഹോട്ടലുകളിലൊക്കെ നമ്മൾ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കൈ നിറച്ച് എണ്ണയായിരിക്കും. ഇവിടെ ഈ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു അനുഭവമില്ല. എണ്ണ വലിച്ചെടുക്കുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ 1 ലിറ്റർ എണ്ണ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ 1 ലിറ്റർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വെളിച്ചെണ്ണ മറ്റുള്ളതായി കഴിയുമ്പോൾ ഒരു 700 ml ഒക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബാക്കി 300 ml ഒക്കെ വലിച്ചു പോകും. പിന്നെ ഇത് 254 ഡിഗ്രിയിൽ ചൂടാവണത് കൊണ്ട് തന്നെ ട്രാൻസ് ഫാറ്റി ആസിഡ് ഉൽപ്പാദിപ്പിക്കില്ല. 254 ഡിഗ്രിയിൽ ചൂടാവണത് കൊണ്ട് തന്നെ ട്രാൻസ് ഫാറ്റി ആസിഡ് ഉൽപ്പാദിപ്പിക്കില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ട്രാൻസ് ഫാറ്റ് ഇല്ലാത്ത ഒരു പാചക എണ്ണയാണ്. പിന്നെ ഇതിനകത്ത് വഴുവഴുപ്പ് കുറവാണ്. പിന്നെ രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് അത്യുത്തമം. അതായത് ഏത് ഭക്ഷണമാണോ പാകം ചെയ്യുന്നത് അത് ആ ഭക്ഷണത്തിന്റെ രുചി തന്നെ കിട്ടും. അല്ലാണ്ട് എണ്ണയുടെ രുചിയല്ല എടുത്ത് കാണിക്കുന്നത്. പിന്നെ നല്ല ദഹനശക്തി കിട്ടും ഈ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഈ എണ്ണയ്ക്ക് ഉള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൽ നിന്നൊക്കെ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഈ പാചക എണ്ണയ്ക്ക്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത്. പിന്നെ ഈ എണ്ണയ്ക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക ഭക്ഷ്യ സുരക്ഷാ സംഘടനയുടെ അംഗീകാരമുണ്ട്. HACCP ഉണ്ട്. പിന്നെ BRC ഫുഡ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഹലാൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്.
അങ്ങനെ നിരവധി സർട്ടിഫിക്കറ്റുകൾ ഉള്ള ഒരു പാചക എണ്ണയാണ്. ഈ മറ്റ് പാചക എണ്ണകൾക്കെല്ലാം ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഇത് ഈ എണ്ണ വിദേശങ്ങളിലേക്ക് വരെ കയറ്റി അയക്കുന്നുണ്ട്. അത്ര ലോക ഭക്ഷ്യ സുരക്ഷാ സംഘടനയുടെ അംഗീകാരമുള്ള ഒരു എണ്ണയാണ്. അപ്പൊ എല്ലാവരും ഇത് വാങ്ങി ഉപയോഗിക്കുക. ഇതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 രൂപ. ഇതിലൊരു RCMന്റെ കൺസ്യൂമർ നമ്പർ എടുക്കുകയാണെങ്കിൽ 208 രൂപയ്ക്ക് കിട്ടും. ഞാൻ എല്ലാ ചാനലിലും പറയുന്നുണ്ട്, നിങ്ങൾ കൺസ്യൂമർ നമ്പർ എടുക്കുക, നിങ്ങളുടെ വീട്ടു ചെലവ് കുറയ്ക്കുക. കൺസ്യൂമർ നമ്പർ ഫ്രീ ആയിട്ട് ലഭിക്കും. RCMൽ കൺസ്യൂമർ നമ്പർ ഫ്രീ ആയിട്ട് ലഭിക്കും. നിങ്ങളുടെ വീട്ടു ചെലവ് കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ് ഈ കൺസ്യൂമർ നമ്പർ. വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കും. അതുപോലെ നല്ല ആരോഗ്യം കുടുംബത്തിൽ കിട്ടും. അതുപോലെ നല്ല വരുമാനം കുടുംബത്തിൽ കിട്ടും. നല്ല തൊഴിലവസരം കിട്ടും. ഫ്രീ പ്രൊഡക്റ്റുകൾ കിട്ടും. ഇതൊന്നും ഒരു ലുലു മാളിലോ ഒരു മൂലൻസിലോ ഒരു മറ്റ് വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലോ ഒന്നും ലഭിക്കില്ല. നമ്മൾ അവിടെയൊക്കെ പോയി ഷോ കാണിച്ച് സാധനങ്ങൾ മേടിക്കാം. വിദേശ കുത്തക കമ്പനികളുടെ സാധനങ്ങൾ വാങ്ങാം. നമ്മളുടെ കയ്യിലെ പൈസ വിദേശ രാജ്യങ്ങളിലേക്കും കൊടുക്കാം. കുറെ സിനിമാ നടന്മാരെയും കുറെ സിനിമാ നടിമാരെയും കുറെ പരസ്യ ആർട്ടിസ്റ്റുകളെയൊക്കെ നമ്മൾ ജോലി എടുക്കുന്ന വരുമാനത്തിൽ നിന്ന് അവരെയൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റും, പുറമേ കടകളിൽ പോയി വാങ്ങിയാൽ. അപ്പം നമ്മൾ പണിയെടുക്കുന്ന പൈസ നമ്മളുടെ പോക്കറ്റിലേക്ക് വരണമെങ്കിൽ RCMന്റെ കൺസ്യൂമർ നമ്പർ എടുക്കുക, RCMന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. കൺസ്യൂമർ നമ്പർ എങ്ങനെ എടുക്കണ്ടേ എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ആ പോസ്റ്റർ നോക്കുക. അപ്പോൾ അതനുസരിച്ചിട്ട് ഇന്ന് തന്നെ എന്നെ വിളിക്കുക. നിങ്ങൾക്കുള്ള കൺസ്യൂമർ നമ്പർ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഈ പാചകെണ്ണ എല്ലാവരും വാങ്ങി ഉപയോഗിക്കുക. ഏത് ഭക്ഷണമാണോ പാകം ചെയ്യുന്നത് ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോക ഭക്ഷ്യ സുരക്ഷാ സംഘടനയുടെ അംഗീകാരമുള്ള പാചക എണ്ണയാണ് ഇത്. ധൈര്യമായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. മറ്റൊരു കാര്യം, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും.